ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിങ്കണസ് മെഷീൻ്റെ ടോപ്പിക്സാണ്. അല്ല, നമ്മൾ തിയറി ടോപ്പിക്സിൻ്റെ ഏകദേശം കംപ്ലീഷൻ നടക്കുവാണ്. നമ്മൾ ഈ ഒരു ലെസനോട് കൂടി നമുക്ക് അതിൻ്റെ തിയറി ടോപ്പിക്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റീവ്സ് കുറച്ചുകൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾക്ക് പഠിക്കാനുള്ളത് നമ്മളുടെ സിങ്കണസ് മോട്ടർ നമ്മൾക്ക് ബസ് ബാറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബസ് ബാറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളുടെ സിങ്കണസ് മെഷീൻ അല്ലെങ്കിൽ നമ്മളുടെ സിങ്കണസ് മെഷീൻ എങ്ങനെ എഫക്റ്റീവ് ആവും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് എ ഹെഡിങ്. നമ്മളുടെ സിങ്കണസ് മോട്ടർ കണക്റ്റഡ് ടു ബസ് ബാർ. ഓക്കെ, ബസ് ബാറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നമ്മൾ ബസ് ബാറിലേക്ക് നമ്മൾ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലൈനിലേക്ക് നമ്മൾ മെഷീൻ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, എക്സൈറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ക്യൂ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾക്ക് ആദ്യം അറിയേണ്ടത്. എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ? ക്യൂ എന്ന് പറയുന്നത് V/XS ഇൻറ്റു V മൈനസ് ഇ കോസ് ഡോ ആണ്. നമ്മൾ സിങ്കണസ് മോട്ടറിൽ നമ്മളിപ്പോൾ പഠിച്ച് നിർത്തിയതേ ഉള്ളൂ അല്ലേ. അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ ഇതാണ്. നമ്മൾ മറ്റേ സ്ഥലത്ത് നമ്മൾ ഓൾട്ടർനേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഓൾട്ടർനേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് നേരെ തിരിയും അല്ലേ, ഇ കോസ് ഡോ മൈനസ് വി ആയിരുന്നു. ഇവിടെ വി മൈനസ് ഇ കോസ് ഡോ ആണ്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് എല്ലാ എക്സൈറ്റേഷനിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ പഠിക്കുന്ന പോയിന്റ് തന്നെയാണ്. ഇഫ് നമ്മളുടെ ഇ കോസ് ഡോ ഗ്രേറ്റർ ദാൻ വി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇ കോസ് ഡോ ലെസ് ദാൻ വി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇ കോസ് ഡോ ഈക്വൽ ടു വി ആകുമ്പോൾ എന്ത് എക്സൈറ്റേഷൻ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളുടെ ഇ കോസ് ഡോ ഗ്രേറ്റർ ദാൻ വി, അതായത് ഈ ടെർമിനോളജി ഗ്രേറ്റർ ദാൻ എന്ന് വെച്ചാൽ നമ്മൾ എക്സൈറ്റേഷൻ കൂടുതൽ തന്നെയാണ്. ഈ ടെർമിനോളജിനെയാണ് നമ്മൾ എന്ത് എപ്പോഴും അന്നും പറഞ്ഞിരുന്നത് എന്താണ്? ഓവർ എക്സൈറ്റേഷൻ. അതിലൊന്നും മാറ്റമില്ല. ഇത് ഓവർ എക്സൈറ്റേഷൻ ആണ്. ലെസ് ദാൻ വി ആകുമ്പോൾ എന്താണ്? ഇതിനെയാണ് നമ്മൾ അണ്ടർ എക്സൈറ്റേഷൻ എന്ന് പറയുക. സിമിലർലി ഇത് ഈക്വൽ ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ എക്സൈറ്റേഷൻ. ഓക്കെ, അതിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. പക്ഷെ നമ്മൾ എവിടെയാണ് മാറ്റം വരുന്നത്? നമ്മൾ ക്യൂവിലാണ് മാറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂവിലെ മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം ഓവർ എക്സൈറ്റേഷനിൽ ക്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓവർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ കോസ് ഡോ ഗ്രേറ്റർ ദാൻ വി ആണ്. അപ്പോൾ ഈ കോസ് ഡോ ഗ്രേറ്റർ ദാൻ വി എന്ന് പറഞ്ഞാൽ ക്യൂ എന്താവും? നേരത്തെ ഈ കോസ് ഡോ ഗ്രേറ്റർ ദാൻ വി എന്ന് പറഞ്ഞാൽ ക്യൂ പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ടേമാണ് കൂടുതൽ. ഈ ടേം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടേമാണ് കൂടുതൽ. നെഗറ്റീവ് ടേം കൂടുതലാകുമ്പോൾ ക്യൂ ഓട്ടോമാറ്റിക്കലി എന്താവും? ക്യൂ ഈസ് നെഗറ്റീവ്. നേരത്തെ എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. ശരിയല്ലേ? അതുപോലെ തന്നെ ഇതിൽ നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട മെഷീൻ്റെ ഒബ്സർവേഷനുകൾ എന്താണ്? ദ മെഷീൻ ഡാഷ് ദ റിയാക്റ്റീവ് പവർ and operates at dash power factor. Okay, similarly the effect of armature reaction is dash. Okay, അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ അതേ അനാലിസിസ് തന്നെയാണ് നടത്തുന്നത്. നേരത്തെ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയും ഈ ഓവർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയാണ്? നമ്മളുടെ മെഷീൻ റിയാക്റ്റീവ് പവർ ഡെലിവർ ചെയ്യുകയാണ്, അതിലൊന്നും മാറ്റമില്ല. ഓക്കെ, പക്ഷേ അതുപോലെ തന്നെ നമ്മളുടെ ആർമേച്ചർ റിയാക്ഷനിലും മാറ്റം വരുന്നില്ല. അവിടെയും ഡീമാഗ്നറ്റൈസേഷനാണ്, ഇവിടെയും ഡീമാഗ്നറ്റൈസേഷൻ തന്നെയാണ്. ഒരൊറ്റ മാറ്റമേ ഉള്ളൂ. എന്താണ്? അത് ഏത് പവർ ഫാക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ് മാറ്റം. അവിടെ ലാഗിങ് പവർ ഫാക്ടർ ആയിരുന്നു,
ഇവിടെ എന്ത് പവർ ഫാക്ടറാണ്? ലീഡിങ് പവർ ഫാക്ടറിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ സിങ്കണസ് മെഷീൻ അല്ലെങ്കിൽ സിങ്കണസ് മോട്ടർ ഓവർ എക്സൈറ്റഡ് ആവുന്ന മെഷീനുകളിൽ ഏത് പവർ ഫാക്ടറിലാണ് ഉണ്ടാവുക? ലീഡിങ് പവർ ഫാക്ടറിലാണ് ഉണ്ടാവുക. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. അത് നമ്മുടെ സിങ്കണസ് മോട്ടർ ഓവർ എക്സൈറ്റഡ് ആവുന്നത് ഏത് പവർ ഫാക്ടറാണെന്ന് ഓർക്കുക? ലീഡിങ് ആണെന്ന് ഓർക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പുറത്ത് വരിക. അപ്പോൾ ഓൾട്ടർനേറ്റർ ഓവർ എക്സൈറ്റേഷൻ ആവുക ഏത് പവർ ഫാക്ടറിലായിരിക്കും? ലാഗിങ് പി എഫ്. ബാക്കിയൊന്നിനും മാറ്റം വരുന്നില്ല, ബാക്കിയൊക്കെ സിമിലർ തന്നെയാണ്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിൻ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോട്ട് ചെയ്യേണ്ടത്. അതാണ് ആ ഡിഫറൻസ്, അത് തന്നെയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തത് എന്താണ്? അണ്ടർ എക്സൈറ്റേഷൻ ആണ്. അണ്ടർ എക്സൈറ്റേഷൻ നമുക്കറിയാം, നമ്മൾ ഇ കോസ് ഡോ എന്തായിരിക്കും? ലെസ് ദാൻ വി ആയിരിക്കും. അതായത് നമ്മൾ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂയുടെ വി ആണ് കൂടുതൽ. വി കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ ടേം കൂടുതൽ, ഇത് കുറവ്. അപ്പോൾ ക്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ക്യൂ പോസിറ്റീവ് ആവുമ്പോൾ നമ്മൾ മെഷീൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പോൾ ക്യൂ പോസിറ്റീവ് ആവുന്ന കാര്യത്തിൽ ദ മെഷീൻ ഡാഷ് ദ റിയാക്റ്റീവ് പവർ ആൻഡ് ഓപ്പറേറ്റ്സ് അറ്റ് ഡാഷ് പവർ ഫാക്ടർ. സിമിലർലി ദ എഫക്റ്റ് ഓഫ് armature reaction is dash. ഓക്കെ, ഇതിൽ പഠിക്കാനുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു. ആ ക്യൂ പോസിറ്റീവ് എന്ന കേസ് ആലോചിക്കുക. അതിന് റിയാക്റ്റീവ് പവറിന് ഇവിടെയും എന്ത് ചെയ്യുവാണ്? അണ്ടർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവറിന് അബ്സോർബ് ചെയ്യലാണ്. ആർമേച്ചർ റിയാക്ഷനിലും മാറ്റം വരുന്നില്ല, അതും എന്താണ്? മാഗ്നറ്റൈസേഷൻ തന്നെയാണ്, നേരത്തെ മാഗ്നറ്റൈസേഷൻ തന്നെയായിരുന്നു. ആകെ വ്യത്യാസം വരിക അണ്ടർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിങ്കണസ് മോട്ടർ ഏത് പവർ ഫാക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുക? ലാഗിങ് പവർ ഫാക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി മൂന്നാമത്തെ കേസ് എന്താണ്? നോർമൽ എക്സൈറ്റേഷനാണ്. നോർമൽ എക്സൈറ്റേഷൻ്റെ കേസിൽ ഇ കോസ് ഡോ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലായിരിക്കും? വിക്ക് ഈക്വലായിരിക്കും. അതായത് ക്യൂ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമുക്ക് പറയാം ദ മെഷീൻ neither delivers nor absorb. ഡെലിവർ ചെയ്യുന്നില്ല, അബ്സോർബ് ചെയ്യുന്നില്ല. neither delivers nor absorbs the reactive power. റിയാക്റ്റീവ് പവറിനെ ഡെലിവർ ചെയ്യുന്നില്ല, അബ്സോർബ് ചെയ്യുന്നുമില്ല. സിമിലർലി നമ്മളുടെ അതുപോലെ തന്നെ ഏത് പി എഫിലാണ് ഓപ്പറേറ്റ് ചെയ്യുക? ആൻഡ് ഓപ്പറേറ്റ്സ് അറ്റ് ഡാഷ് പി എഫ് അല്ലേ? ഏത് പി എഫിലാണ് നമ്മൾ പഠിച്ചു? യൂണിറ്റി പവർ ഫാക്ടറിലാണ്. ഓക്കെ, പിന്നെ ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ക്രോസ് മാഗ്നറ്റൈസേഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ക്രോസ് മാഗ്നറ്റൈസേഷൻ. ക്ലിയർ? ആ പോയിൻറ്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് രണ്ടിൻ്റെയും ഓൾട്ടർനേറ്ററിൻ്റെ സിങ്കണസ് മോട്ടറിൻ്റെയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതൊക്കെ കൂടി ക്ലബ് ചെയ്ത് ഞാനൊരൊറ്റ ഇതിലേക്ക് ടേബിളിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് തരാം. പിന്നെ അത് മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ആ ഒരൊറ്റ ടേബിളിലേക്ക് നമുക്കതിനെ ചുരുക്കാം. ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, നമുക്ക് 3 കാര്യങ്ങളാണ് ഇതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം അതിൻ്റെ എക്സൈറ്റേഷൻ നോക്കുന്നു, പിന്നെ ഓൾട്ടർനേറ്റർ, ഇവിടെ ആരാണ്? സിങ്ക്രണസ് മോട്ടർ.
അപ്പോൾ നമ്മൾക്ക് 3 എക്സൈറ്റേഷനുകളാണ് നമ്മൾ പഠിച്ചത്. അതെല്ലാം ഓർഡറിൽ തന്നെ എഴുതി വയ്ക്കുക. ആദ്യം ഓവർ എക്സൈറ്റേഷൻ, പിന്നെന്താണ്, പിന്നെ അണ്ടർ എക്സൈറ്റേഷൻ, ദെൻ നോർമൽ എക്സൈറ്റേഷൻ. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, എന്ത് എക്സൈറ്റേഷൻ ആയാലും ഓവർ എക്സൈറ്റേഷനിൽ ഇറ്റ് ഡെലിവേഴ്സ് ക്യൂ. ഓവർ എക്സൈറ്റേഷനിൽ ഡെലിവർ ചെയ്യുവാണ്. അണ്ടർ എക്സൈറ്റേഷനിൽ നമ്മളുടെ ക്യൂവിന് എന്ത് ചെയ്യുവാണ്, 2 കേസിലും എന്ത് തന്നെയാണ്, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആവുമ്പോൾ ഇറ്റ് നൈദർ അബ്സോർബ്സ് നോർ ഡെലിവേഴ്സ് ക്യൂ. ഓക്കെ, നൈദർ അബ്സോർബ്സ് നോർ ഡെലിവേഴ്സ് ക്യൂ. അപ്പോൾ അതിലൊന്നല്ല മാറ്റം വരുന്നത്. മാറ്റം ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ. എന്താണ്, ഏത് പി എഫിലാണ് ഓപ്പറേഷൻ നടക്കുന്നത് എന്നുള്ളതിലാണ് നമ്മളാകെ അറിയേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഡാഷ് പി എഫ് ഏത് പി എഫിലാണ്. ഇവിടെ ഏത് പി എഫിലാണ് നമ്മൾക്കറിയാം. ഇവിടെ യൂണിറ്റി പവർ ഫാക്ടറിലാണ് അല്ലേ. ഇവിടെ രണ്ടും യൂണിറ്റി നോർമൽ. ഇവിടെയാണ് നമ്മൾ അറിയേണ്ട കാര്യമുള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മതി, സിങ്കണസ് മോട്ടർ വിത്ത് റെസ്പെക്ട് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാകും. കാരണം അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സിങ്കണസ് മോട്ടറിൽ പഠിക്കുമ്പോൾ സിങ്കണസ് മോട്ടറിൻ്റെ ഓവർ എക്സൈറ്റേഷൻ നടക്കുന്ന പി എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലീഡിങ് പി എഫ്. ഓക്കെ, ലീഡിങ് പി എഫിലാണ് സിങ്കണസ് മോട്ടർ ഓവർ എക്സൈറ്റഡ് ആവുന്നത്. അങ്ങനെ സിങ്കണസ് മോട്ടറിനെ ഓവർ എക്സൈറ്റഡ്, അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഓവർ എക്സൈറ്റഡ് സിങ്കണസ് മോട്ടറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അത് ഞാൻ എഴുതിത്തരാം. അതായത് നമ്മളുടെ ഓവർ എക്സൈറ്റഡ് സിങ്കണസ് മോട്ടറിനെ വിളിക്കുന്ന പേരാണ് സിങ്ക്രണസ് കണ്ടൻസർ. ക്ലിയർ? അതായത് ഓവർ എക്സൈറ്റഡ് സിങ്കണസ് മോട്ടറുകളെ വിളിക്കുന്ന പേരാണ് നമ്മളുടെ എന്ത്, സിങ്ക്രണസ് കണ്ടൻസർ. അപ്പോൾ ആ സിങ്ക്രണസ് കണ്ടൻസർ അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ എന്ത് വിളിക്കാന്ന് വെച്ചാൽ, വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് എ സിങ്ക്രണസ് കപ്പാസിറ്റർ. ക്ലിയർ? അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ വെൻ റണ്ണിങ് ഓൺ നോ ലോഡിൽ റൺ ചെയ്യുന്ന അത് ആ ഒരു നോ ലോഡിൽ എക്സൈറ്റ് ചെയ്യുന്ന നമ്മൾ സിങ്ക്രണസ് കപ്പാസിറ്റർ എന്ന് പറയുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സാധനം ലീഡിങ് കറണ്ടാണ് അവിടെ ടേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ എക്സൈറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ബിഹേവിങ് ആസ് എ കപ്പാസിറ്റർ. ക്ലിയർ? അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ലാഗിങ് പി എഫ് അല്ലെങ്കിൽ ലോ പി എഫിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനങ്ങളെ ലീഡിങ് പി എഫിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് അവിടെ സിങ്ക്രണസ് കപ്പാസിറ്ററുകളെ ഉപയോഗിക്കാം. സോ ഇറ്റ് വിൽ ബി ഇൻസ്റ്റോൾഡ് ഇൻ അവർ പവർ സിസ്റ്റങ്ങളിൽ നമ്മളങ്ങനെ ലാഗിങ് പി എഫ് ഓപ്പറേഷനിൽ നമ്മൾ ഈ സിങ്ക്രണസ് കപ്പാസിറ്ററിനെ പവർ സിസ്റ്റങ്ങളിൽ ഇൻസേർട്ട് ചെയ്യും. എന്തിനാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഫോർ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ്. പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മളതവിടെ ഫിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ മെത്തേഡ്സുകളും ഉണ്ട്. നമ്മൾ AC ഫണ്ടമെൻ്റൽസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അങ്ങനത്തെ മെത്തേഡുകൾ എന്തൊക്കെ ഓർമ്മയില്ലേ? അതായത് നമ്മളെ സ്റ്റാറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുക. അതുപോലെ നമ്മളെ സിങ്ക്രണസ് കണ്ടൻസർ അവിടെ പറയുന്നുണ്ട്. സിങ്ക്രണസ് കണ്ടൻസർ യൂസ് ചെയ്യുക. സിമിലർലി ഫേസ് അഡ്വാൻസേഴ്സ് യൂസ് ചെയ്യുക. ശരിയല്ലേ? അപ്പം അങ്ങനത്തെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന അങ്ങനെ കുറേ മെത്തേഡ്സുകളും ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ സിങ്ക്രണസ് കണ്ടൻസർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കപ്പാസിറ്ററിനെ കുറിച്ച് പറയാൻ വേണ്ടി ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുറച്ച് ഈസിനെസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓർത്തുക, സിങ്ക്രണസ് മോട്ടോർ ഓവർ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്ത് പി എഫ് ആണ്, ലീഡിങ് പവർ ഫാക്ടറിലാണെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടക്കും. ഓക്കെ, അതിനാണ് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറഞ്ഞ് നമ്മളവിടെ പഠിച്ചത് അല്ലേ.
ഓക്കെ. അപ്പം പിന്നെ നമുക്കിത് എഴുതാൻ, ഇത് ലീഡിങ് ആണെന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉടനടി ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് കിട്ടും അല്ലേ. ഇത് ലീഡിങ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലാഗിങ് പി എഫ്. ഓക്കെ. അപ്പോൾ ഇത് ലാഗിങ് പി എഫ് ആണെങ്കിൽ നമ്മൾ അണ്ടർ എക്സൈറ്റേഷനിൽ ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലീഡിങ് പി എഫ്. പെട്ടി ഓർന്ന് തന്നെ ആദ്യം ഇവിടെ ലീഡിങ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലാഗിങ് പി എഫ്. ക്ലിയർ? അപ്പോൾ പെട്ടി ഇതാണ് ഞാൻ പറയുക, ഐ വിൽ സജസ്റ്റ് ദിസ് ടു ബി സ്റ്റഡീഡ്. അപ്പോൾ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ട് ഈ എക്സൈറ്റേഷൻ്റെ കാര്യത്തിൽ പഠിക്കേണ്ട ഒരു പോയിൻ്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസറും എല്ലാം നമ്മളതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ? അപ്പോൾ അത് ക്ലിയർ ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓൾട്ടർനേറ്ററിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് സിങ്ക്രണസ് മോട്ടറിനെ നമുക്കൊരു വി കർവും ഇൻവെർട്ടർ വി കർവും നോക്കാം. അതും നമ്മൾക്ക് ഇവിടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാം ഒരൊറ്റ ഇതിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻവെർട്ടഡ് വി കർവ് ഓഫ് നമ്മളുടെ സിങ്ക്രണസ് മോട്ടർ. ഓക്കെ. വി കർവ് ഇൻവെർട്ടർ കർവ് ഓരോന്നിനും ഓരോന്ന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ആകെ ലാഗിങ് ലീഡിങ്ങിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ. വി കർവ് എപ്പോഴും ഏത് വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്? അതെപ്പോഴും ഐ എ വീസസ് ഐ എഫ് തന്നെയാണ്. സിമിലർലി ഇൻവെർട്ടഡ് വി കർവ് പ്ലോട്ട് ചെയ്യുന്നത് എന്താണ്? പവർ ഫാക്ടർ വീസസ് ഐ എഫ് തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ, അത് എല്ലാത്തിലും സിമിലർ തന്നെയാണ്. ഓക്കെ. ആകെ എക്സൈറ്റേഷൻ്റെ കർവുകൾ മാത്രമാണ് മാറുന്നത്. അത് നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇത് ഐ എഫ് ആണ്. ഇതിവിടെ വയ്ക്കാം. ഓക്കെ. ഇവിടെ ഡ്രോ ചെയ്യാം. ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ. ഇതാണ് നമ്മുടെ വി കർവ് ഐ എ വീസസ് ഐ എഫ്. ഇതാണ് നമ്മളുടെ ഇൻവെർട്ടഡ് വി കർവ്. ഇതാണ് നമ്മുടെ പവർ ഫാക്ടർ വീസസ്. ഇത് ഹൈറ്റ് ഉണ്ടായി, ഇത് വരച്ചു വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. ഇത് ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ. ഇതാണ് നമ്മളുടെ, ഇവിടെയാണ് നമ്മൾക്ക് എന്ത് പി എഫ് വരുന്നത്? യു പി എഫ് വരുന്നത്. ഈ പോയിന്റിലാണ് നമ്മളുടെ നോർമൽ എക്സൈറ്റേഷൻ, എൻ ഇ എന്ന് ഡിനോട്ട് ചെയ്യുന്നു ഞാൻ. ഇവിടുത്തെ എക്സൈറ്റേഷൻ നിങ്ങൾ പറയുക, ഇവിടുത്തെ എക്സൈറ്റേഷൻ പറയുക, അതുപോലെ ഇവിടുത്തെ പി എഫ് പറയുക. അതാണ് പഠിക്കാനുള്ളത്. അത് പി എഫ് പറയുക. ഇവിടുത്തെ ക്യൂവിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഇവിടുത്തെ ക്യൂവിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യാം. ഇത് നോർമൽ എക്സൈറ്റേഷനാണ്. നമ്മൾ രണ്ട് സ്ഥലത്തും നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എന്ത് മാറുന്നില്ല? എക്സൈറ്റേഷൻ്റെ കാര്യങ്ങളൊന്നും മാറുന്നില്ല. ഇത് എന്ത് തന്നെയായിരിക്കും? ഇത് അണ്ടർ എക്സൈറ്റേഷൻ തന്നെയായിരിക്കും. ഇതെന്തായിരിക്കും? ഇത് ഓവർ എക്സൈറ്റേഷൻ തന്നെയായിരിക്കും. നമ്മൾ പഠിച്ചു ഓവർ എക്സൈറ്റേഷനിൽ ക്യൂ എന്ത് ചെയ്യുവാണ്? ക്യൂ ഡെലിവർ ചെയ്യുവാണ്. അണ്ടർ എക്സൈറ്റേഷനിൽ ക്യൂ എന്ത് ചെയ്യുവാണ്? ക്യൂ അബ്സോർബ് ചെയ്യുവാണ് അല്ലേ. ആകെ വരുന്നത് ഈ പി എഫിൻ്റെ ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ. അത് നോട്ട് ചെയ്യുക. നമ്മൾ അപ്പുറത്ത് അണ്ടർ എക്സൈറ്റേഷനിൽ അപ്പുറത്ത് എന്തായിരുന്നു? ലീഡിങ് പി എഫ് ആണ്. ഇവിടെ എന്തായിരിക്കും? അണ്ടർ എക്സൈറ്റേഷനിൽ ലാഗിങ് പി എഫ് ആയിരിക്കും. ഞാൻ പറഞ്ഞു സിങ്ക്രണസ് മോട്ടർ ആകുമ്പോൾ ഓവർ എക്സൈറ്റേഷനിൽ പഠിക്കുക ഏത് പി എഫ് ആണ്? ലീഡിങ് പി എഫ് ഓർത്ത് വയ്ക്കുക. ബാക്കിയൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ടൊരു ഗ്രാഫിൽ തന്നെ ഇതൊക്കെ എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. നേരത്തെ പോലെ വേണമെങ്കിൽ നമുക്ക് ലോഡ് ആംഗിളും ഐ എഫ് നമ്മളുടെ ഗ്രാഫ് വരയ്ക്കുക. നേരത്തെ അതേ ഗ്രാഫ് തന്നെയാണ് വരിക. ഐ എഫ് അതുപോലെ തന്നെ ലോഡ് ആംഗിൾ നമ്മളുടെ ഗ്രാഫ് എന്ന് ചോദിച്ചതിന് ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഈ
സിങ്കണസ് മോട്ടർ ബസ് ബാറിൽ കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള നമ്മളതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കൂടുതലായിട്ടും ചോദ്യങ്ങൾ കാണാറുള്ളത്. കൂടുതലായിട്ടും കാണുന്നത് വി കർവ് ഇൻവേർട്ടർ വി കർവ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതും കൂടി എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ക്ലിയർ? അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് നമ്മളെ സിങ്കണസ് മോട്ടറിൻ്റെയും ഇൻഡക്ഷൻ മോട്ടറിൻ്റെയും കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ട് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 2 ടേബിളാർ കോളത്തിൽ നമുക്കതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നമുക്കൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അതിൻ്റെ ഡിഫറൻസുകൾ എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് പോയിന്റ് നമ്മളിവിടെ എഴുതുക. ഇത് സിങ്കണസ് മോട്ടറും ഓൾട്ടർനേറ്ററും അല്ല, നമ്മളെ സിങ്കണസ് മോട്ടറും ഇൻഡക്ഷൻ മോട്ടറും നമ്മളെ ഡിഫറൻസ്. അതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പണ്ട് മുതൽ. അപ്പോൾ സിങ്കണസ് മോട്ടറും ഇൻഡക്ഷൻ മോട്ടറും നമ്മുടെ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ എഴുതുക, ഇവിടെ സിങ്കണസ് മോട്ടർ എഴുതുക, ഇപ്പുറത്ത് എഴുതുക ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ ഫസ്റ്റത്തെ പ്രത്യേകത, നമ്മളെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളെ സിങ്കണസ് മോട്ടറിൻ്റെ പ്രത്യേകത എന്താ? സിങ്കണസ് മോട്ടർ അല്ലെങ്കിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ച് പറയാം. നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ എന്താണ്, ഇറ്റ് ഈസ് സെൽഫ് സ്റ്റാർട്ടിങ് ആണെന്ന് പറയാം. ശരിയല്ല? അതായത് സ്റ്റാർട്ടിങ് മെത്തേഡുകളൊന്നുമില്ല. അത് സ്റ്റാർട്ടിങ് സെൽഫായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സ്പെഷ്യൽ മീൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. വേറാസ് ഇവിടെ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് എന്ന് പറയാം. ശരിയല്ലേ? സിമിലർലി രണ്ടാമത്തതായിട്ട് പറയുമ്പോൾ നമ്മൾക്ക് സിങ്കണസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിന് നമുക്ക് എക്സൈറ്റേഷനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും പറയില്ല, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഒരു DC എക്സൈറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇറ്റ് റിക്വയർസ് DC എക്സൈറ്റേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് മെഷീനുകളെ അല്ലെങ്കിൽ മോട്ടറുകളെ നമ്മൾ എന്ത് വിളിക്കും, നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിനെ സിംഗിളി എക്സൈറ്റഡ് മെഷീനുകൾ വിളിക്കും. ഇവിടെ നമുക്ക് എന്ത് വിളിക്കാം, ഇറ്റ് ഈസ് എ ഡബിളി എക്സൈറ്റഡ് മെഷീൻ എന്ന് വിളിക്കാം. ശരിയല്ലേ? അടുത്തത് നമ്മളെ സ്പീഡ് കൺട്രോളിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ സ്പീഡ് കൺട്രോളൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അതായത് സ്പീഡ് കൺട്രോൾ ഈസ് നോട്ട് പോസിബിൾ ഹിയർ. അല്ല, ഇവിടെ സ്പീഡ് കൺട്രോളൊന്നും പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് ഇപ്പുറത്ത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വി ക്യാൻ കൺട്രോൾ ദ സ്പീഡ്, പക്ഷേ ചെറിയൊരു എക്സ്റ്റെൻറ്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എഴുതി വയ്ക്കുക, സ്പീഡ് ക്യാൻ ബി കൺട്രോൾഡ്, സ്പീഡ് കൺട്രോൾ ചെയ്യാം, ബട്ട് ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഒരു ചെറിയൊരു എക്സ്റ്റെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ടേമായിട്ട് എഴുതേണ്ടത് നമ്മൾ ആവറേജ് സ്പീഡിനെ കുറിച്ചാണ് എഴുതുന്നത്. ആവറേജ് സ്പീഡ് ഇവിടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, സ്പീഡ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ലോഡാണ്. എപ്പോഴും സ്പീഡ് കോൺസ്റ്റൻ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ സ്പീഡ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ ലോഡിനനുസരിച്ചിട്ട് കുറയുന്നുണ്ട് അല്ലേ? അതായത് നമുക്ക് പറയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഈസ് ലെസ് ദാൻ നമ്മളുടെ സിങ്കണസ് സ്പീഡ്. സിങ്കണസ് സ്പീഡിനെക്കാട്ടിയും കുറവാണ് അല്ലേ റണ്ണിങ് സ്പീഡ്.
നമ്മളെ സ്പീഡ് നമ്മളെ സിംഗ്രണസ് സ്പീഡിനെക്കാട്ടും കുറവാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ എന്താ എഴുതാറ്, NR ലെസ് ദാൻ NS എന്ന് എഴുതാറുണ്ടല്ലോ. നമ്മളെ റോട്ടർ സ്പീഡ് ലെസ് ദാൻ നമ്മളെ സിംഗ്രണസ് സ്പീഡ്. വേറെ നമ്മളെ സിംഗ്രണസ് മോട്ടറിൽ എന്ത് തന്നെയാണ്, സിംഗ്രണസ് സ്പീഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എഴുതാറുണ്ട്. പിന്നെ നമ്മൾ എഴുതുന്നത് നമ്മളിവിടെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ ടോർക്കും നമ്മളെ സപ്ലൈ വോൾട്ടേജ് നമ്മളുടെ സെൻസിറ്റിവിറ്റി പറയുമ്പോൾ നമ്മളെ ടോർക്ക് ഈസ് മോർ സെൻസിറ്റീവ് അല്ലേ. ടോർക്ക് ഈസ് മോർ സെൻസിറ്റീവ് ടു ദ ചേഞ്ച് ഇൻ സപ്ലൈ വോൾട്ടേജ്. സപ്ലൈ വോൾട്ടേജുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ടോർക്കിൻ്റെ സെൻസിറ്റിവിറ്റി സപ്ലൈ വോൾട്ടേജ് കൂടുതൽ. പ്രൊപ്പോർഷണൽ V² കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ടോർക്ക് ഈസ് ലെസ് സെൻസിറ്റീവ് ടു അവർ സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, സപ്ലൈ വോൾട്ടേജിൻ്റെ ചേഞ്ചിന് സെൻസിറ്റിവിറ്റി അത്ര ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കത് കുറച്ചും കൂടി പോയിൻറ്റ്സ് ഉണ്ട്, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ സിംഗ്രണസ് മോട്ടർ, ഇവിടെ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ. ക്ലിയർ? നമ്മൾ എത്ര പോയിൻ്റ് എഴുതിയത്? നമ്മൾ 6 പോയിൻ്റ് എഴുതി അല്ലേ. അപ്പോൾ 7ാമതൊരു പോയിൻ്റായിട്ട് പറയാം. നമ്മൾക്ക് ഈ പവർ ഫാക്ടറിൻ്റെ കേസിൽ പറയുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് ക്യാൻ ബി, അല്ലെങ്കിൽ നമ്മുടെ സിംഗ്രണസ് മോട്ടർ ക്യാൻ ബി ഓപ്പറേറ്റഡ്, സിംഗ്രണസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് അണ്ടർ എ വൈഡ് റേഞ്ച് ഓഫ് പവർ ഫാക്ടർ. ശരിയാണല്ലോ. അതായത് നമ്മൾ പറയുന്നത് ബോത്ത് ലാഗിങ് PFൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഏത് PFൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ലീഡിങ് പവർ ഫാക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് പവർ ഫാക്ടറിൻ്റെ കാര്യങ്ങൾ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ഇവിടെ അല്ലേ. വേറെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് ഓൺലി ഏത് പവർ ഫാക്ടറിൽ മാത്രമേ ഉള്ളൂ, ലാഗിങ് പവർ ഫാക്ടറിൽ മാത്രമേ അത് ഓപ്പറേഷൻ നടക്കുന്നുള്ളൂ. ശരിയല്ലേ. അപ്പോൾ അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. പിന്നെ നമ്മളുടെ ടോർക്ക്, നമ്മൾ ബ്രേക്ക് ഡൗൺ ടോർക്ക് അല്ലെങ്കിൽ മാക്സിമം ടോർക്കിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി പറയുവാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ടോർക്ക്, നമ്മളിവിടെ ബ്രേക്ക് ഡൗൺ ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, സ്ക്വയർ ഓഫ് സപ്ലൈ വോൾട്ടേജിന് പ്രൊപ്പോർഷണലാണ്. ശരിയല്ലേ. വേറെ നമ്മളിവിടെ ബ്രേക്ക് ഡൗൺ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്മൾ സിംപ്ലി സപ്ലൈ വോൾട്ടേജിന് മാത്രമേ കാരണം പ്രൊപ്പോർഷനിൽ വരുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ പഠിക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി സിമ്പിളാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ലെസ് കോസ്റ്റ്ലി ആണ് നമ്മൾ സിംഗ്രണസ് മോട്ടർ കമ്പയർ ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് 2 എക്സൈറ്റേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് പറയുന്നത് ഇറ്റ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് എന്ന് പറയും, അറ്റ് ദ സെയിം ടൈം മോർ കോസ്റ്റ്ലി എന്നും പറയാറുണ്ട് സിംഗ്രണസ് മോട്ടർ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നമ്മൾക്ക് ഇവിടെ നമ്മുടെ മോട്ടറിനെ ഇറ്റ് ഈസ് എംപ്ലോയിഡ് ഫോർ സപ്ലൈയിങ് മെക്കാനിക്കൽ ലോഡ് ഓൺലി. ഓക്കെ, മെക്കാനിക്കൽ ലോഡ് സപ്ലൈക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഇറ്റ് ഈസ് എംപ്ലോയിഡ് ഫോർ സപ്ലൈയിങ് മെക്കാനിക്കൽ ലോഡ് ആസ് വെൽ ആസ് നമ്മുടെ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പഠിച്ചല്ലേ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ഓവർ എക്സൈറ്റേഷനും മറ്റുള്ളതൊക്കെ കണക്ട് ചെയ്തിട്ട് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സിംഗ്രണസ് മോട്ടറും അതുപോലെ തന്നെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെയും പ്രത്യേകതകൾ അല്ലേ, നമ്മളതിൻ്റെ ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ എവിടെ നോട്ട് ചെയ്യാണ്, നമ്മൾ ഈ ടേമുകളിൽ അല്ലെങ്കിൽ നമ്മളിതിൽ പറയുന്ന വ്യത്യാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോട്ട് ചെയ്യാൻ വേണ്ടിയുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, കുറച്ച് ഒബ്ജക്റ്റീവുകൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ സിംഗ്രണസ് മെഷീനുകളുടെയും ഇൻഡക്ഷൻ മെഷീൻ വ്യത്യാസം, അറ്റ് ദ സെയിം ടൈം സിംഗ്രണസ് മെഷീൻ്റെ കംപ്ലീറ്റ് തിയറി പോർഷൻ. ഇതിൻ്റെ അകത്ത് നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ടും വരാറും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകളെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകളെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെഷൻ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിംഗ്രണസ് മെഷീൻ ഈസ് കോൾഡ് ഡബ്ലി എക്സൈറ്റർ മെഷീൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഡബ്ലി എക്സൈറ്റേഷൻ മെഷീൻ എന്ന് വിളിക്കുന്നത്?
ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ഡബ്ല്യു എക്സൈറ്റഡ് മെഷീൻ എന്ന് വിളിക്കുന്നത്? നമ്മൾ ഡബ്ല്യു എക്സൈറ്റഡ് മെഷീൻസ് നമുക്ക് 2 എക്സൈറ്റേഷൻ, നേരത്തെ നമ്മൾ ഡിഫറൻസുകൾ പറയുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, 2 എക്സൈറ്റേഷൻ നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ AC സപ്ലൈയും കൊടുക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നമ്മൾ DC എക്സൈറ്റേഷനും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് എക്സൈറ്റേഷൻ വിളിക്കുന്നത്? ഡബ്ല്യു എക്സൈറ്റഡ് മെഷീനുകൾ എന്ന് വിളിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് our machine is a doubly excited machine. So both our stator and our rotor are excited. അതുകൊണ്ടാണ് നമ്മളതിനെ ഡബിൾ എക്സൈറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ തവണത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ട്രിപ്പിളിയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളും ഏത് പരീക്ഷ ഇന്ന പരീക്ഷ ഒന്നുമില്ല, ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിലും നമുക്ക് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല, എപ്പോഴും ടഫേ ചോദിക്കുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഈസിയേ ചോദിക്കുള്ളൂ എന്നൊന്നുമില്ല. എല്ലാം അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിൻ്റെ മൈൻഡ് പോലെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ സപ്പോർട്ട് എ സിങ്കണസ് മോട്ടർ ഇൻ സ്റ്റാർട്ടിങ്. ഓക്കെ, സിങ്കണസ് മോട്ടർ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഏതാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഏതാണ് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. നമ്മൾ ഓൾറെഡി നമ്മളത് പഠിച്ചതാണ് അല്ലേ. ഏതായിരുന്നു? ഡാമ്പർ വൈൻഡിങ് ആയിരുന്നു, ശരിയല്ല. അപ്പോൾ ഡാമ്പർ വൈൻഡിങ് ആർ യൂസ്ഡ് ഫോർ സിങ്കണസ് മോട്ടർ സ്റ്റാർട്ടിങ്. നെക്സ്റ്റ്, ഓൾട്ടർനേറ്ററിൻ്റെ ഹണ്ടിങ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ വാട്ട്, ഏത് യൂസ് ചെയ്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് എന്ത്? ഡാമ്പർ ബാറുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഹണ്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, an alternator connected to a 440 volt 50 Hz will run at a higher speed when the number of poles are. ഓക്കെ, അപ്പം ഇതിൽ കറക്റ്റ് ഇതൊന്നും തന്നിട്ടില്ല അല്ല, സ്പീഡ് ഇത്ര ഒന്നും പറ്റില്ല, പക്ഷേ ഹയർ സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഹയർ സ്പീഡ് ഒപ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഇക്വേഷനാണ് 120 f/p ഇല്ല. അപ്പം ഹയർ സ്പീഡ് കൂടണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കാം, പോൾസ് വളരെ കുറവുള്ളത് എടുക്കുക. അപ്പോൾ പോൾസ് കുറവുള്ള സാധനം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ സ്പീഡിൽ മെഷീനിനെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ പോൾസ് കുറവുള്ളതാണ് ഇത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഹയർ സ്പീഡ് എന്ത് ചെയ്യാം? നമുക്ക് അച്ചീവ് ചെയ്യാം. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ചുകൂടി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് ഫസ്റ്റ്, an alternator ഈസ് എ പോളിഫേസ് സിങ്കണസ് മെഷീനാണെന്ന് അറിയാമല്ലോ അല്ലേ. പോളിഫേസ് സിങ്കണസ് മെഷീനാണ്. അവിടെ എന്ത് എക്സൈറ്റേഷൻ കൊടുക്കുന്നുണ്ട്? നമ്മളുടെ DC എക്സൈറ്റേഷൻ കൊടുക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പോളിഫേസ് സിങ്കണസ് മെഷീൻ ഓപ്പറേറ്റഡ് വിത്ത് എ DC എക്സൈറ്റർ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അടുത്ത്, വിച്ച് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ പ്ലേസിങ് ഫീൽഡ് ഓൺ റോട്ടർ ഇൻ ആൻ ഓൾട്ടർനേറ്റർ. ഓക്കെ, ഓൾട്ടർനേറ്ററിൻ്റെ കേസിൽ റോട്ടറാണ് ഫീൽഡ് വരുന്നത്. ആർമേച്ചറിൽ എന്താണ്? സ്റ്റേഷനറി ആണ്. ഓക്കെ, അതെന്താണ് എൻ്റെ കാരണം? നമുക്ക് 2 തരത്തിൽ പറയാം. ഒന്നെങ്കിൽ ആർമേച്ചർ സ്റ്റേഷനറി ആവുന്ന അഡ്വാൻറ്റേജുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് അതിന് വിത്ത് റെസ്പെക്ട് പറയാം. ഒന്നെങ്കിൽ നമുക്ക് 2 തരത്തിൽ പഠിക്കാം അല്ലേ. ഒന്നെങ്കിൽ ആർമേച്ചർ സ്റ്റേഷനറി എന്ന് പറയാം, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫീൽഡ് എന്ന് പറയാം. 2 തരത്തിലായാലും സെയിം അഡ്വാൻറ്റേജുകളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കൂ, ഇതിലേതാണ്? സ്മോൾ പവർ ഇൻ ഫീൽഡ് സർക്യൂട്ട് ആണോ? അതൊന്നല്ല. ലാർജ് പവർ ഇൻ സ്റ്റേറ്റർ, ലാർജ് കറണ്ട് ആവുന്നല്ല. മെയിൻ കാര്യം ഇതാണ്, ഇൻസുലേഷൻ ഓഫ് ഹൈ വോൾട്ടേജ് മെയ്ഡ് ഈസി അല്ലേ. നമുക്ക് സ്റ്റേറ്ററിലാണ് കൂടുതൽ ഇൻസുലേഷൻ വെക്കാൻ പറ്റുക, അല്ലാതെ ഇതിലല്ല, റോട്ടറിലല്ല. അതുകൊണ്ടാണ് നമ്മൾ ഫീൽഡ് എവിടെ, റൊട്ടേറ്റിംഗ് പാർട്ട് എവിടെയാണ് നമ്മൾ വെക്കുന്നത്? റോട്ടറിൽ വെക്കുന്നത്. തിരിഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ഇൻസുലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റേഷനറി ആയിട്ടുള്ള സ്റ്റേറ്ററിലാണ് നമുക്ക് റൊട്ടേറ്റിംഗ് പാർട്ട്, അത് നമ്മൾക്ക് ഇൻസുലേഷൻ ചെയ്യാൻ ഈസി. അതുകൊണ്ടാണ് ഇൻസുലേഷനൊക്കെ എവിടെ വെക്കുന്നത്? സ്റ്റേറ്ററിൽ വെക്കുന്നത്. ഓക്കെ, ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് ഏതാണ്? ഏത് റോട്ടറുകളാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്കൊരു സ്മോൾ സ്പീഡ് മെഷീനുകളാണ് അല്ലേ. നമുക്ക് അത്ര സ്പീഡൊന്നും വേണ്ട, 500 RPM ചെറിയൊരു സ്പീഡിലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഏത് മോട്ടറായിരിക്കും?
ഏത് മോട്ടറാണ് വരിക നമുക്ക്? ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലോ സ്പീഡ് അല്ലെങ്കിൽ അത്ര ഇതിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഹൈഡ്രോ മെഷീനുകളെന്ന് പറഞ്ഞാൽ ദിസ് ആർ സാലൻ്റ് പോർ ഓൾട്ടർനേറ്റർ അല്ലേ. സാലൻ്റ് പോൾ ഓൾട്ടർനേറ്ററിൻ്റെ പ്രത്യേകതയും സിലിണ്ടറിക്കൽ പോൾ ഓൾട്ടർനേറ്ററിൻ്റെയും പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? സാലൻ്റ് പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലാർജ് ഡയമീറ്ററും അതുപോലെ തന്നെ സ്മോൾ ആക്സിയൽ ലെങ്ത്തും ആയിരിക്കും. ശരിയല്ലേ? സിമിലർലി വി ആർ യൂസിങ് ഇറ്റ് ഇൻ ലാർജ് ഡയമീറ്റർ ആകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ സ്ലോ ആൻഡ് മീഡിയം സ്പീഡ് മെഷീനുകളിലായിരിക്കും. വേറെ നമ്മുടെ നോൺ സാലിയൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള സിലിണ്ടറിക്കൽ മെഷീൻസ്, നോൺ സാലിയൻ്റ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ മെഷീൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇതിൻ്റെ നേരെ തിരിച്ചല്ലേ, സ്മോൾ ഡയമീറ്റർ ആയിരിക്കും. അതുപോലെ ലാർജ് ആക്സിയൽ ലെങ്ത് ആയിരിക്കും, ആക്സിയൽ ലെങ്ത് കൂടുതലായിരിക്കും. അങ്ങനെ സ്മോൾ ഡയമീറ്റർ ആകുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഹൈ സ്പീഡ് മെഷീനുകളായിരിക്കും. അങ്ങനെ ഹൈ സ്പീഡ് മെഷീനുകളായതുകൊണ്ട് തന്നെ നമ്മൾക്ക് പോൾസ് എന്തായിരിക്കും? ലാർജ് നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. സ്പീഡല്ല, സ്പീഡ് പ്രൊപ്പോർഷണൽ ടു 1/p അല്ല. അപ്പോൾ സ്പീഡ് കൂടുതലാകുമ്പോൾ സ്മോൾ നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ മെഷീനുകളുടെ പ്രത്യേകത അല്ലേ. ലോ സ്പീഡ് ആകുമ്പോൾ കൂടുതൽ പോൾസും, സ്പീഡ് കുറവാകുമ്പോൾ അല്ല നമ്മുടെ സ്പീഡ് കൂടുതലാകുമ്പോൾ കുറച്ച് പോൾസും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യുക. അതിന് വിത്ത് റെസ്പെക്റ്റ് ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഹൈഡ്രോ ആണ് അതിൻ്റെ സ്മോളർ സ്പീഡിൽ അല്ലെങ്കിൽ വാട്ടർ ടർബൈനുകളാണ് സ്മോളർ സ്പീഡിൽ കറങ്ങാൻ പറ്റിയ സാധനം. ഓക്കെ, ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് വായിച്ചു നോക്കൂ. നമ്മളിപ്പം പറഞ്ഞ ആ ഒരു ടെർമിനോളജിയിൽ വരുന്ന ഒരു സാധനം തന്നെയാണ് അല്ലേ. നമ്മളുടെ സ്പീഡിനെ വിത്ത് റെസ്പെക്റ്റ് പറയുമ്പോൾ നമ്മളെ സാലൻ്റ് പോൾ മെഷീനാണ് എന്ത് ലാർജ് ഡയമീറ്ററും സ്മോൾ ആക്സിയൽ ലെങ്ത്തും ഉള്ളത്. അങ്ങനെ ലാർജ് ഡയമീറ്ററും സ്മോൾ ആക്സിയൽ ലെങ്ത്തും ഉള്ളത് കൊണ്ട് തന്നെ സ്ലോ സ്പീഡാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഹാവിങ് ലാർജ് നമ്പർ ഓഫ് പോൾസ്. ശരിയല്ലേ? സിമിലർലി നമ്മൾ ആ ഒരു വിത്ത് റെസ്പെക്ട് നോക്കാം. അപ്പോൾ സാലൻ്റ് പോൾ മെഷീൻസിന് സ്മോൾ ഡയമീറ്റർ ആണോ? അല്ലല്ലോ, ലാർജ് ഡയമീറ്ററും സ്മോൾ ആക്സിയൽ ലെങ്ത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഇത് പറ്റൂല. ക്ലിയർ? സിമിലർലി നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. സാലൻ്റ് പോൾ ഓൾട്ടർനേറ്റേഴ്സ് റൺ അറ്റ് എ സ്പീഡ് സ്ലോവർ ദാൻ സിലിണ്ടറിക്കൽ. അത് ശരിയാണ്. കാരണം സാലൻ്റ് പോൾ മെഷീനുകളാണ് നമ്മൾക്ക് കുറച്ചും കൂടി സ്ലോവർ ആയിട്ട് റൺ ചെയ്യുന്നത് അല്ലേ. കാരണം അത് നമ്മൾ പറഞ്ഞു, അത് ശരിയാണ്. പിന്നെ സിലിണ്ടറിക്കൽ റോട്ടറിനാണ് ലാർജ് നമ്പർ ഓഫ് പോൾസ്. സിലിണ്ടറിക്കൽ പോളിനാണോ ലാർജ് നമ്പർ ഓഫ് പോൾസ്? അല്ലല്ലോ, ലോ സ്പീഡിൽ കറങ്ങുന്ന ആൾക്കാർക്കാണ് കൂടുതൽ നമ്പർ ഓഫ് പോൾസ്. നമ്മൾ സിലിണ്ടറിക്കൽ റോട്ടർ എന്താണ് സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പോൾസ് മതി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ക്ലിയർ? പിന്നെ ഉള്ള പോയിൻ്റാണ് ഇത് അഡീഷണൽ പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക. നമ്മുടെ സിലിണ്ടറിക്കൽ റോട്ടറിന് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ സൈനസോയിഡൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്സ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സിലിണ്ടറിക്കൽ റോട്ടേഴ്സ് ഓൾട്ടർനേറ്റേഴ്സ് ആർ ഹാവിങ് എ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഓവർ ഇറ്റ്സ് പെരിഫറി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? ഇതുമാണ്, അതായത് 2ഉം 4ഉം ഉള്ള ഓപ്ഷൻ. ഇതാണ് 2ഉം 4ഉം ഉള്ള ഓപ്ഷൻ. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓക്കെ, അതാണ് നമുക്ക് നോക്കാനുള്ള പോയിന്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ 3-phase 50 Hz 11 kV and 37.5 MW at 0.9 power factor capacity സിംഗ്ലസ് ജനറേറ്റർ, അതായത് ഓൾട്ടർനേറ്റർ ഹാസ് ഇറ്റ്സ് സ്റ്റേറ്റർ കോ ഡയമീറ്റർ വന്നിട്ടുണ്ട് 765 cm.
അതുപോലെ ആക്സിയൽ കോർ ലെങ്ത് തന്നിട്ടുണ്ട് 80 സെൻറ്റിമീറ്റർ. ഏത് പവർ പ്ലാന്റാണ് ഇത് സ്യൂട്ടബിൾ ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനൊരു വലിയൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് ആദ്യം ഏത് ഓൾട്ടർനേറ്റർ ആണെന്ന് കണ്ടുപിടിക്കണം. സാലൻ്റ് പോൾ ആണോ സിലിണ്ടറിക്കൽ ആണോ എന്ന്. സാലൻ്റ് പോൾ ആണോ സിലിണ്ടറിക്കൽ ആണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ അതിൻ്റെ ഡയമീറ്ററിൻ്റെ ഡയമെൻഷൻ നോക്കിയാൽ മതി, അതുപോലെ അതിൻ്റെ ലെങ്ത്തിന് ഡയമെൻഷൻ നോക്കിയാൽ മതി. അപ്പം ഡയമീറ്റർ ഇവിടെ ലെങ്ത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ഡയമീറ്ററും അതുപോലെ സ്മോൾ ആക്സിയൽ ലെങ്ത്തുമാണ്. ശരിയല്ലേ? അങ്ങനെ ലാർജ് ഡയമീറ്ററും സ്മോൾ ആക്സിയൽ ലെങ്ത്തുള്ള മെഷീനുകൾ, ലാർജ് ഡയമീറ്റർ ആകുമ്പോൾ ലെസ് സ്പീഡിൽ കറങ്ങുന്ന മെഷീനുകൾ അല്ലേ? അങ്ങനെ ലെസ് സ്പീഡിൽ കറങ്ങുന്ന ലാർജ് ഡയമീറ്ററും സ്മോൾ ആക്സിയൽ ലെങ്ത്തുള്ള മെഷീനുകളാണ് നമ്മളുടെ എന്ത് മെഷീനുകൾ? സാലിയൻ്റ് പോൾ മെഷീൻസ്. ശരിയല്ലേ? അപ്പോൾ സാലിയൻ്റ് പോൾ മെഷീൻസ് ആയിരിക്കും നമ്മൾക്ക് ഉത്തരമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക വരിക. അപ്പോൾ സാലിയൻ്റ് പോൾ മെഷീനിലുള്ള നമ്മൾ ഓൾട്ടർനേറ്റർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, സാലിയൻ്റ് പോൾ മെഷീൻ വരുന്ന ഓൾട്ടർനേറ്റർ ഏതാണെന്ന് നോക്കിയാൽ മതി. സോ അവർ ആൻസർ ഈസ് ഇങ്ങനത്തെ മെഷീനുകളാണ് സാലിയൻ്റ് പോൾ മെഷീൻസ്. ഓക്കെ, അപ്പോൾ സാലിയൻ്റ് പോൾ മെഷീനാണ് സാലിയൻ്റ് പോൾ ഓൾട്ടർനേറ്ററുള്ള വരുന്ന സാധനം ഏതാണെന്ന് നോക്കുക. ഏതാണ്? ഹൈഡ്രോ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രോ ആണ് നമ്മളുടെ എന്ത് ലെസ് സ്പീഡിൽ കറങ്ങുന്ന മെഷീൻസ്. അപ്പോൾ ലെസ് സ്പീഡിൽ കറങ്ങുന്ന സാലിയൻ്റ് പോളിൻ്റെ എക്സാമ്പിളാണ് ഇത്. ഓക്കെ, വേറെ നമ്മളുടെ ഹൈ സ്പീഡിൽ കറങ്ങുന്ന തെർമൽ ന്യൂക്ലിയർ ഒക്കെ നമ്മൾക്ക് എന്താണ് ഹൈ സ്പീഡാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ അതൊക്കെ അതിൽ വരുന്ന പോയിൻറ്സും ആണ്. ഓക്കെ അല്ലേ? സോ അതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്, എ 10 pole 25 hertz alternator is directly coupled to and is driven by 60 hertz synchronous motor. What is the number of poles for a synchronous motor? ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് രണ്ടും കപ്പിൾ ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ രണ്ടും കപ്പിൾ ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നത് ഓൾട്ടർനേറ്റർ ഈസ് ഡയറക്ട്ലി കപ്പിൾഡ് ടു സിങ്ക്രണസ് മോട്ടർ അല്ലേ? അപ്പം രണ്ടും കപ്പിൾ ചെയ്യുന്ന നമ്മളുടെ ബോത്ത് ആർ കപ്പിൾഡ്, രണ്ടും കപ്പിൾ ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് പറയാം അതിൻ്റെ രണ്ടിൻ്റെയും റോട്ടർ, ബോത്ത് റോട്ടേഴ്സ് ഷുഡ് റൊട്ടേറ്റ് അറ്റ് സെയിം സ്പീഡിൽ. അപ്പോൾ കപ്പിൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് റോട്ടറും സെയിം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു ഓൾട്ടർനേറ്റർ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ആരുണ്ടാവും? ഇവിടെ ഒരു സിങ്ക്രണസ് മോട്ടർ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഓൾട്ടർനേറ്ററും ഉണ്ടാവും, സിങ്ക്രണസ് മോട്ടറും ഉണ്ടാവും. നമ്മളിങ്ങനെ അതിനെന്ത് ചെയ്യുന്നു? കപ്പിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് കപ്പിൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഓൾട്ടർനേറ്ററിൽ എന്താണ് അവസ്ഥ? 10 പോളും 25 ഹെഡ്സുമാണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്താണ് 60 ഹെഡ്സും. പോൾസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കപ്പിൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ പോൾസിനെ നമ്മളുടെ ഹെഡ്സിന് നമുക്ക് എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം നമ്മൾ ഇവിടുത്തെ സ്പീഡ്, ഓൾട്ടർനേറ്ററിൻ്റെ സ്പീഡും നമ്മളുടെ സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്പീഡും ഈക്വലാണ്. ക്ലിയർ? കാരണം സ്പീഡ് രണ്ടും സെയിം ആണ് വരിക. അപ്പോൾ സ്പീഡ് രണ്ടും സെയിം ആകുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, F ഈസ് ഈക്വൽ ടു Pn/120. അപ്പോൾ സ്പീഡ് സെയിം ആകുമ്പോൾ ഇത് വരില്ല, ഇതും കട്ടാവും ഇതും കട്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ആകെ വരുന്നത് എന്താ? എഫ് ഓഫ് മോട്ടർ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ഓൾട്ടർനേറ്റർ. നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ എഫ് ഓഫ് മോട്ടർ ബൈ എഫ് ഓഫ് ഓൾട്ടർനേറ്റർ ഈക്വൽ ടു പി ഓഫ് മോട്ടർ ഡിവൈഡഡ് ബൈ പി ഓഫ് ഓൾട്ടർനേറ്റർ. കാരണം നമ്മൾക്ക് ഈ ഇക്വേഷൻ പ്രകാരം എഫ് പ്രപ്പോർഷണൽ ടു പി ആണ്. ശരിയല്ല? അപ്പോൾ നമുക്ക് എഴുതാം എഫ് മോട്ടർ ബൈ എഫ് ഓൾട്ടർനേറ്റർ ഈക്വൽ ടു പി മോട്ടർ ഡിവൈഡ് ബൈ പി ഓൾട്ടർനേറ്റർ. ഇനി നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ എഫ് മോട്ടർ എത്രയാണ്? എഫ് മോട്ടർ 60,
എഫ് ഓൾട്ടർനേറ്റർ 25 ഈക്വൽ ടു പി മോട്ടറാണ് കണ്ടുപിടിക്കണം. പി മോട്ടർ ഡിവൈഡഡ് ബൈ 10 അല്ലേ. അപ്പോൾ പി മോട്ടർ ഈക്വൽ ടു 10 ഇൻറ്റു 60/25. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇത് 2, ഇത് 5 പോവും, ഇത് എത്രയിൽ പോവും 12. യുവർ ആൻസർ വിൽ ബി 24 പോൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്? യുവർ ഓപ്ഷൻ വിൽ ബി സി, ദാറ്റ് ഈസ് 24 പോൾസ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ട വിധം. അപ്പോൾ 24 പോൾസ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ദസ് വിൽ ബി ഡൂയിങ് അവർ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. നമ്മൾ ആ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് നമുക്കിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് കൂടുതൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്തായാലും ചെയ്യും. കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.